അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അന്നഹ്വുൽ വാളിഹിലെ അൻവാഉൽ ഇഅ്റാബ് എന്നുള്ള ഏരിയയാണ്. ഒന്ന് ചുരുക്കിയിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൂടുതൽ അറിയുന്നവർക്ക് തിരുത്താം. ഇഅ്റാബ് 4 വിധമാണ്. 1 അസ്ലി, 2 ബിൻ നിയാബ, 3 അൽ ഇഅ്റാബുൽ മുഖദ്ദർ, 4 അൽ ഇഅ്റാബുൽ മഹല്ലി. അതിൽ ഒന്നാമത്തേത് അൽ ഇഅ്റാബുൽ അസ്ലി. ഇഅ്റാബുൽ അസ്ലി എല്ലാവർക്കും സുപരിചിതമായിരിക്കും. 4 വിധമാണല്ലോ, 4 എണ്ണമാണല്ലോ ഇഅ്റാബ് ഉള്ളത്. 1 റഫ്, 2 നസ്ബ്, 3 ജർ, 4 ജസ്മ്. അതിൽ ലമ്മാണ് റഫിൻ്റെ അസ്ലി ആയിട്ടുള്ള അലാമത്ത്. നസ്ബിൻ്റേത് ഫതഹും, ജറിൻ്റേത് കസറും, ജസ്മിൻ്റേത് സുക്കൂനും. ഇങ്ങനെ 4 അസ്ലി ആയിട്ടുള്ള അലാമത്തുകളാണ് ഇഅ്റാബിനുള്ളത്. ഈ 4 അസ്ലി ആയിട്ടുള്ള അലാമത്തുകൾ വരുന്നതിനെയാണ് ഇഅ്റാബുൽ അസ്ലി എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാം. ജാ വലതു, കുട്ടി വന്നു. ഇപ്പം ഇവിടെ അല്ലെങ്കിൽ ജാ അൽ വലതു, ഇവിടെ വലതു ജാ ഫിഅലാണ്. ആ ഫിഅൽ ചെയ്ത ഫായിലാണ് വലത്. ജാ അൽ വലതു എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, വലതിന് ലമ്മത്തിൻ്റെ അടയാളം കാണുന്നുണ്ട്, റഫിൻ്റെ അടയാളമായിട്ടുള്ള ലമ്മത്ത് കാണുന്നുണ്ട്. ഇവിടെ വലത് നിൽക്കുന്നത് ഫായിലിൻ്റെ സ്ഥാനത്താണ്. ഫായിൽ മർഫുവാത്തുകളിൽപ്പെട്ടതാണ്, ഇസ്മുൻ മർഫു ആണ്. അതുകൊണ്ട് തന്നെ ആ റഫിൻ്റെ അടയാളമായിട്ടുള്ള ലമ്മത്ത് നമ്മളവിടെ ലാഹിറത്തായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇനി ആ വലതിനെ നമുക്ക് മഫ്ഊലിൻ്റെ സ്ഥാനത്തേക്കൊന്ന് മാറ്റി നോക്കാം. റഅയ്തുൽ വലദ, ഞാൻ കുട്ടിയെ കണ്ടു. ഇവിടെ റഅ എന്നുള്ള ആ പ്രവർത്തനം നടന്നത് കുട്ടിയുടെ മേലാണ്, അതുകൊണ്ട് അതാണ് മഫ്ഊൽ. മഫ്ഊൽ പിന്നെ മൻസൂബാത്തുകളിൽപ്പെട്ടതാണ്, ഇസ്മുൻ മൻസൂബാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റഅയ്തുൽ വലദ, ആ ദാലിന് മുകളിൽ ആ നസ്ബിൻ്റെ അടയാളമായിട്ടുള്ള ഫതഹ് ലാഹിറത്തായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇനി നളർത്തു ഇലൽ വലതി, ഞാൻ കുട്ടിയിലേക്ക് നോക്കി. അപ്പോൾ ഇവിടെ വലത് ജാർ മജ്റൂറിൻ്റെ സ്ഥാനത്താണ്. ഷിബ്ഹ് ജുംലയാണ്, അല്ലെങ്കിൽ ജാർ മജ്റൂറാണ്. അപ്പോൾ ഹർഫ് ജർ, അതായത് ഇല എന്നുള്ള ഹർഫ് ജർ വന്നതുകൊണ്ട് അത് മജ്റൂറാണ്. എന്നാൽ നമുക്ക് ജറിൻ്റെ അടയാളമായിട്ടുള്ള കസ്റത്ത് അതിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇലൽ വലതി, ദി എന്ന് പറയുമ്പോൾ ദാലിന് കസ്റത്താണ്, അത് നമുക്കവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ഇഅ്റാബിൻ്റെ അസ്ലി ആയിട്ടുള്ള അലാമത്ത് ലാഹിറത്തായിട്ട് കാണുന്നതിനെയാണ് അൽ ഇഅ്റാബുൽ അസ്ലി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് അൽ ഇഅ്റാബു ബിൻ നിയാബ. അൽ ഇഅ്റാബു ബിൻ നിയാബ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ 4 അസ്ലി ആയിട്ടുള്ള അലാമത്തിന് പകരമായിട്ട് ഇഅ്റാബിൻ്റെ റഫിൻ്റെയും നസ്ബിൻ്റെയും ജറിൻ്റെയും ജസ്മിൻ്റെയും അടയാളമായിട്ട് മറ്റൊന്ന് വരുന്നതിനെയാണ് ഇഅ്റാബു ബിൻ നിയാബ, പകരമായിട്ട് വരുന്ന ഇഅ്റാബു ബിൻ നിയാബ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇഅ്റാബ് ബിൻ നിയാബ വരാറുള്ളത് മുസന്നയിലും ജമ്മു മുദക്കർ സാലിമിലും ജമ്മു മുഅന്നസ് സാലിമിൻ്റെ നസ്ബ് മാത്രം. അതുപോലെ അൽ അസ്മാഉൽ ഖംസയിലും അഫ്ആലുൽ ഖംസയിലും പിന്നെ നാഖിസ് മജ്സൂമിലും ജസ്മാവുന്ന സമയത്തും അങ്ങനെയൊക്കെയാണ് ഇഅ്റാബ് ബിൻ നിയാബ സാധാരണയായിട്ട് വരുന്നത്. നമുക്ക് ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മുസന്ന പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഉദാഹരണം തന്നെ എടുക്കുക. ജാ അൽ വലതു പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ മുസന്നയാക്കുമ്പോൾ, വലതിനെ മുസന്നയാക്കുമ്പോൾ ജാ അൽ വലദാനി, 2 ആൺകുട്ടികൾ വന്നു. ഇവിടെയും ജാ അൽ വലതു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലദാനി ഫായിലിൻ്റെ സ്ഥാനത്താണ്. അപ്പം ഇസ്മുൻ മർഫു ആണ്, മർഫുവാത്തിൽപ്പെട്ടതാണല്ലോ ഫായിൽ. അപ്പോൾ ഇസ്മുൻ മർഫു ആണ്, പക്ഷെ അവിടെ അതിൻ്റെ റഫിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അടയാളമായിട്ടുള്ള ലമ്മ നമ്മളവിടെ കാണുന്നില്ല. പകരം
വലദാനി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ അലിഫാണ്. അപ്പോൾ മുസന്ന അതിൻ്റെ അസ്ലിയായിട്ടുള്ള റഫിൻ്റെ അസ്ലിയായിട്ടുള്ള അലാമത്തായിട്ടുള്ള ലമ്മത്തിന് പകരം ഇവിടെ കൊടുത്തിട്ടുള്ളത് അലിഫാണ്. അതുപോലെ അപ്പോൾ നമുക്കതിനെ എങ്ങനെ പറയാം? ഫായിലുൻ മർഫൂൻ ബിൽ അലിഫി, അലിഫ് കൊണ്ട് റഫ് ചെയ്തതാണ്. നിയാബത്തൻ അനിൽ ലമ്മത്തി, ലമ്മത്തിന് പകരമായിട്ട് അലിഫ് കൊണ്ട് റഫ് ചെയ്തു എന്ന് പറയാം. ഇനി അതിനെ തന്നെ ആ വലദാനിയെ തന്നെ നമുക്ക് മഫ്ഊലിൻ്റെ സ്ഥാനത്ത് നിന്ന് കൊണ്ടുപോയി നോക്കാം. റഅയ്തുൽ വലദൈനി, ഞാൻ 2 ആൺകുട്ടികളെ കണ്ടു. അപ്പോൾ ഇവിടെ വലദൈനി അത് മഫ്ഊലിൻ്റെ സ്ഥാനത്താണ്. എന്നുള്ള പ്രവർത്തനം നടന്നത് ഈ കുട്ടികളുടെ മേലാണ്. അപ്പോൾ വലദൈനി. അപ്പോൾ ഇവിടെ നമ്മൾ മൻസൂബാകുമ്പോൾ അവിടെ ഫത്ഹത്താണ് ലാഹിറത്തായിട്ട് കാണേണ്ടത്. പക്ഷെ നമ്മൾ കാണുന്നത് അവിടെ യാ ആണ്. അപ്പോൾ ഇവിടെ നസ്ബ് ചെയ്തത് യാ കൊണ്ടാണ്. മഫ്ഊലും ബിഹി മൻസൂബും ബിൽ യാഇ നിയാബത്തൻ അനിൽ ഫത്ഹത്തി, ഫത്ഹത്തിന് പകരം യാ കൊണ്ട് നസ്ബ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കതിനെ മജ്റൂറിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയാൽ നദർതു ഇലൽ വലദൈനി, അവിടെയും മജ്റൂറാവുമ്പോൾ ജറിൻ്റെ ഹർഫായിട്ടുള്ള ഇല വന്നു. അപ്പോൾ ജറിൻ്റെ അലാമത്തായിട്ടുള്ള കസ്റത്താണ് നമ്മൾ അവിടെ കാണേണ്ടത്. പക്ഷെ അവിടെ കാണുന്നതും യാ ആണ്. അപ്പം ജറ് ചെയ്തതും കസ്റത്തിന് പകരം യാ കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നിന് പകരമായിട്ട് മറ്റൊന്ന് കൊണ്ട് ചെയ്യുന്നതിനാണ് ഇറാബു ബിൻ നിയാബ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മുസന്നയാണ് പറഞ്ഞത്. ഇനി ജമ്മു മുദക്കർ സാലിം നമുക്ക് നോക്കാം. ഇവിടെ ജാ അൽ മുസ്ലിമൂന, അപ്പം മുസ്ലിമീങ്ങൾ വന്നു. അപ്പോൾ ഇവിടെ മുസ്ലിമൂന എന്നുള്ളതാണ് ഫായില്. പക്ഷെ നമ്മളവിടെ ഫായിലിന് അതിൻ്റെ റഫിൻ്റെ അലാമത്തായിട്ടുള്ള ലമ്മത്ത് കാണുന്നില്ല, പകരം കാണുന്നത് വാവാണ്. മുസ്ലിമൂന. റഅയ്തു മുസ്ലിമീന എന്ന് പറയാം. മഫ്ഊലിൻ്റെ സ്ഥാനത്ത് വന്നപ്പോൾ ഫത്ഹത്താണ് കിട്ടേണ്ടത്. നസ്ബിൻ്റെ അലാമത്തായിട്ടുള്ള ഫത്ഹത്താണ് കിട്ടേണ്ടത്. പക്ഷേ അവിടെ വന്നത് യാ ആണ്. യാ കൊണ്ടാണ് നസ്ബ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾക്കിനി ജറിൻ്റെ ഹർഫ് വെച്ച് കൊടുത്താൽ നദർതു ഇലൽ മുസ്ലിമീന, അപ്പോഴും യാ കൊണ്ടാണ് ജറും ചെയ്തിരിക്കുന്നത്. കസ്റത്തിന് പകരം യാ കൊണ്ടാണ് ജറും ചെയ്തിരിക്കുന്നത്. നമ്മൾ മുസന്നയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷെ അവിടെ മുസന്നയിൽ റഫിന് കൊടുത്തിട്ടുള്ള അലാമത്ത് അലിഫാണ്. ജമ്മു മുദക്കർ സാലിമിൽ റഫിന് കൊടുത്തിട്ടുള്ള അലാമത്ത് വാവാണ്. മറ്റേ മഫ്ഊലും ബിഹിയും നസ്ബും ജറും കൊടുത്തിട്ടുള്ളത് യാ കൊണ്ടാണ് മുസന്നയിലും ജമ്മു മുദക്കർ സാലിമിലും. ഇനി നമ്മൾ ജമ്മു മുഅന്നസ് സാലിം എടുത്ത് നോക്കുകയാണെങ്കിൽ ജമ്മു മുഅന്നസ് സാലിമിൻ്റെ എല്ലാ ഇറാബും ഇറാബ് ബിൻ വരുന്നില്ല. നസ്ബിൻ്റെ സ്ഥാനം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ റഅയ്തുൽ മുസ്ലിമാത്തി എന്ന് പറയാം. റഅയ്തുൽ മുസ്ലിമാത്തി. ഇവിടെ ശരിക്കും വേണ്ടത് മുസ്ലിമാത്ത എന്നാണ് വേണ്ടത്, നസ്ബാണ് വേണ്ടത് മഫ്ഊൽ ബിഹി ആവുമ്പോൾ. പക്ഷേ ഇവിടെ റഅയ്തുൽ മുസ്ലിമാത്തി എന്ന് പറയുന്നത്. മഫ്ഊൽ ബിഹിക്ക് നസ്ബിന് പകരം കസ്റത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കസ്റത്ത് കൊണ്ടാണ് മുസ്ലിമാത്തിൽ നസ്ബ് ചെയ്തിരിക്കുന്നത്. നിയാബത്തൻ അനിൽ ഫത്ഹത്തി യുൻസബു ബിൽ കസ്റത്തി നിയാബത്തൻ അനിൽ ഫത്ഹത്തി. അതാണ് ജമ്മു മുഅന്നസ് സാലിം. ജമ്മു മുഅന്നസ് സാലിമിൻ്റെ നസ്ബിൻ്റെ സ്ഥാനം മാത്രമേ ഇറാബു ബിനിയാബായിട്ട് വരുന്നുള്ളൂ. മറ്റതൊക്കെ അസ്ലിയായിട്ട് തന്നെ വരുന്നതാണ്. പിന്നെ അസ്മാഉൽ ഖംസയിൽ നമ്മളൊരു ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ സാലിമിൻ്റെ ഉപ്പ വന്നു. ഇവിടെ അബു എന്നുള്ളതാണ് ഇവിടെ അസ്മാഉൽ ഖംസയിലെ ഒരു ഇസ്മ, അബൂ സാലിം. അപ്പോൾ ഇവിടെ അബൂ സാലിം എന്നുള്ളതിന് റഫ് ചെയ്തത് വാവ് കൊണ്ടാണ്. റഫ് ചെയ്തത് ലമ്മത്ത് കൊണ്ടല്ല, വാവ് കൊണ്ടാണ്. അപ്പോൾ ഫായിലുൻ മർഫൂൻ ബിൽ വാവി നിയാബത്തൻ അനിൽ ലമ്മത്തി. ഇനി അതിനെ മഫ്ഊലിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി നോക്കിയാൽ റഅയ്തു അബാ സാലിമിൻ.
റഅയ്തു അബാ സാലിമിൻ. അപ്പോൾ ഇവിടെ അബിനെ മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്ത് വന്നപ്പോൾ, നസ്ബിൻ്റെ സ്ഥാനത്ത് വന്നപ്പോൾ അതിനെ നസ്ബ് ചെയ്തത് ഫത്ഹത്ത് കൊണ്ടല്ല, പകരം അലിഫ് കൊണ്ടാണ്. മഫ്ഊലുൻ ബിഹി മൻസൂബും ബിൽ അലിഫി നിയാബത്തൻ അനിൽ ഫത്ഹത്തി. ഇനി അതിനെ ജറിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയാൽ, മജ്റൂറിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയാൽ സല്ലംതു അലാ അബി സാലിമിൻ. അബു സാലിമിനോട് ഞാൻ സലാം പറഞ്ഞു. സല്ലംതു അല, അല ഹർഫ് ജറാണ്, അതുകൊണ്ട് അബി എന്നുള്ള മജ്റൂറാണ്. അപ്പം ഇവിടെ കസ്റത്തിന് പകരം ജറ് ചെയ്തത്, ജറിൻ്റെ ഹർഫ് അലാമത്തുള്ള കസ്റത്തിന് പകരം ഇവിടെ വന്നിട്ടുള്ളത് യാ ആണ്. അപ്പോൾ അസ്മാഉൽ ഹംസ യുജറു ബിൽ യാഇ നിയാബത്തൻ അനിൽ കസ്റത്തി. അപ്പോൾ അസ്മാഉൽ ഹംസ മർഫൂഉം ബിൽ വാവി നിയാബത്തൻ അനിൽ ളമ്മത്തി, മൻസൂബും ബിൽ അലിഫി നിയാബത്തൻ അനിൽ ഫത്ഹത്തി, മജ്റൂറും ബിൽ യാഇ നിയാബത്തൻ അനിൽ കസ്റത്തി. അപ്പോൾ ഇങ്ങനെ ഒന്നിന് പകരമായിട്ട് മറ്റൊന്ന് വരുന്നതാണ് അൽ ഇറാബുൽ മഹല്ലി. ഇനി അതുപോലെ തന്നെ അൽ അഫ്ആലുൽ ഖംസ, അതിൽ വരുന്ന മറ്റൊന്നാണ് അൽ അഫ്ആലുൽ ഖംസ. അഫ്ആലുൽ ഖംസ ഏതൊക്കെയാണെന്ന് അറിയാലോ. യഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന. ഈ 5 എണ്ണമാണ് അഫ്ആലുൽ ഖംസ. അതുപോലെ തന്നെ അസ്മാഉൽ ഖംസ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. അത് അബുൻ, അഹുൻ, ഹമുൻ, ദു, ഫു. ഈ 5 എണ്ണമാണ് അസ്മാഉൽ ഖംസ. അതുപോലെ അഫ്ആലുൽ ഖംസ യഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന. ഈ 5 എണ്ണമാണ് അഫ്ആലുൽ ഖംസ. ഇനി അതിൽ ഇറാബ് നമുക്ക് നോക്കാം. അൽ വലദാനി വരുമ്പോൾ യഫ്അലാനി എന്ന് വരും. അൽ വലദാനി, യഫ്അലാനി. ഇവിടെ നമ്മൾ യഫ്അലാനി എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഫിഅൽ മുളാരിന് ഒന്നും ചേരാത്ത അവസ്ഥയിൽ റഫ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അടയാളമായിട്ടുള്ള ലമ്മത്ത് നമ്മളവിടെ കാണണം, പക്ഷെ നമ്മളവിടെ കാണുന്നില്ല. അൽ വലദാനി യഫ്അലാനി പറയുമ്പം നമ്മളവിടെ കാണുന്നില്ല, പകരം അതിൻ്റെ അടയാളമായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് സുബൂത്ത് നൂനാണ്. നൂന് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ റഫിൻ്റെ അടയാളം. ഇനി നമുക്കതിലേക്ക് നസ്ബിൻ്റെ ഒരു അദാത്ത് ചേർത്ത് നോക്കാം. അൽ വലദാനി ലൻ യഫ്അലാ എന്ന് വരും. അൽ വലദാനി ലൻ യഫ്അലാ. ഇനി അതുപോലെ തന്നെ നമുക്കതിലേക്ക് ജസ്മിൻ്റെ ഒരു അദാത്ത് ചേർത്ത് കൊടുത്താൽ അൽ വലദാനി ലം യഫ്അലാ, അൽ വലദാനി ലം യഫ്അലാ. ഇവിടെ 2 സ്ഥലത്തും ചെയ്തിട്ടുള്ളത് അതിൻ്റെ നൂനിനെ ഹദ്ഫ് ചെയ്തേക്കാണ്. അപ്പോൾ റഫ് ചെയ്തത് സുബൂത്ത് നൂന് കൊണ്ടാണ്. എന്നാൽ നമ്മൾ നസ്ബിൻ്റെയും ജസ്മിൻ്റെയും അദാത്ത് ചേർത്ത് കൊടുത്തപ്പോൾ ഉണ്ടായത് അതിലെ നൂനിനെ കളഞ്ഞേക്കാണ്. അപ്പോൾ അഫ്ആലുൽ ഖംസ മർഫൂഉൻ ബി സുബൂത്തി നൂനി വ മൻസൂബുൻ വ മജ്സൂമുൻ ബി ഹദ്ഫിൻ നൂൻ നിയാബത്തൻ. ഹദ്ഫിൻ നൂന് കൊണ്ടാണ് അതിനെ നസ്ബും ജസ്മും ചെയ്തിരിക്കുന്നത്. നിയാബത്തൻ നസ്ബിൻ്റെ അടയാളമായിട്ടുള്ള ഫത്ഹത്തിന് പകരം ജസ്മിൻ്റെ അടയാളമായിട്ടുള്ള സുക്കൂനിന് പകരം, അതിന് പകരം അവിടെ കൊടുത്തിട്ടുള്ള അടയാളം നൂനിനെ കളഞ്ഞേക്കുവാണ്. നസ്ബിലും ജസ്മിലും ഇങ്ങനെ ഒന്നിന് പകരമായിട്ട് മറ്റൊരു അടയാളം കൊടുക്കുന്നതാണ് അൽ ഇറാബു ബിൻ നിയാബ. ഇനി അടുത്ത ഒരു സ്ഥലം കൂടെ പറയാം. അൽ മുലാരി ഉൻ നാഖിസുൽ മജ്സൂമു വൽ മൻസൂബ്. നാഖിസ് ആയിട്ടുള്ള മുലാരി ആയിട്ടുള്ള ഫിയൽ. നാഖിസ് എന്ന് പറയുമ്പോൾ അവസാനം അലിഫ് വന്നിട്ടുള്ളത്. യഖ്ഷ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ലം യഖ്ഷൽ കാഫിറു റബ്ബഹു. കാഫിർ തൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ ലം വന്നു. ലം എന്നുള്ളത് അറിയാം. ജസ്മിൻ്റെ നമുക്ക് അദാത്താണ്. ലം എന്ന് പറയുന്നത് ജസ്മിൻ്റെ അദാത്താണ്. അപ്പോൾ ഇവിടെ ലം യഖ്ഷൽ കാഫിറു റബ്ബഹു എന്ന് പറയുമ്പോൾ ഇവിടെ ജസ്മിൻ്റെ അദാത്തായിട്ടുള്ള ജസ്മിൻ്റെ അടയാളമായിട്ടുള്ള സുക്കൂന് നാം കാണുന്നില്ല. പകരം അവിടെ കാണുന്നത്
യഹ്ഷ എന്നുള്ളതിൽ ആ അലിഫിനെ ഹദ്ഫ് ചെയ്തേക്കാണ്, ഹർഫ് ഇല്ലയെ ഹദ്ഫ് ചെയ്തേക്കാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ അദാത്ത് നസ്ബ് ചേർത്താലും, നസ്ബിൻ്റെ അദാത്ത് ചേർത്താലും അതുപോലെ തന്നെയാണ്. ലൻ യഹ്ഷ, ലൻ യഹ്ഷ അവിടെയും അതിൻ്റെ ഇല്ലത്തിൻ്റെ ഹർഫിനെ കളഞ്ഞേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നാക്കിസിൽ ചെയ്യുന്നത് നസ്ബിൻ്റെയും ജസ്മിൻ്റെയും സമയത്ത് ഫതഹത്തിനും സുക്കൂനിനും പകരമായിട്ട് അതിൻ്റെ ഇല്ലത്തിൻ്റെ ഹർഫിനെ കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഈ അസ്ലിയായിട്ടുള്ള ഈ അലാമത്തുകൾക്ക് പകരം ഇതുപോലെയുള്ള ഓരോ അലാമത്തുകൾ പകരം നൽകിയത് കൊണ്ടാണ് ഇതിന് അൽ ഇറാബു ബിൻ നിയാബ എന്ന് പറയുന്നത്. അടുത്തത് അൽ ഇറാബു അൽ മുഖദ്ദർ. അൽ ഇറാബു അൽ മുഖദ്ദർ സാധാരണയായിട്ട് വരാറുള്ളത് മൂത്തല്ലിലാണ്. മൂത്തല്ല് മിനൽ അഫ്ആലി വൽ അസ്മാ, ഇസ്മുകളിലും ഫീലുകളിലുമുള്ള മൂത്തല്ലായിട്ടുള്ള മൂത്തല്ലിലാഹറായിട്ട് വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ യഹ്ഷ, യഹ്ഷ ഇവിടെ യഹ്ഷ നമ്മൾ മുമ്പ് പറഞ്ഞു നാക്കിസായിട്ടുള്ള ഫിയല് അതിൽ അതിൻ്റെ ജസ്മും ജസ്മിൻ്റെയും നസ്ബിൻ്റെയും സ്ഥാനത്ത് വരുന്നത് നമ്മൾ പറഞ്ഞു. അത് രണ്ടും വരുന്നത് ഇറാബിൽ മഹല്ലിയിലാണ്. എന്നാൽ അതിൻ്റെ ഫിയൽ മുലാരിയും ഒന്നും അതാത്തൊന്നും ചേരാത്ത അവസ്ഥയിൽ മുലാരി എന്താ പറയുക റഫിൻ്റെ സ്ഥാനത്തായിട്ട് വരുന്ന ഒന്നും ചേരാത്ത ആ അവസ്ഥയിൽ അതുള്ളത് മുഖദ്ദറിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ നമ്മൾ യഹ്ഷ എന്ന് പറയുമ്പോൾ ഫിയലു മുലാരിയുൻ മർഫൂഉൻ ബിളമ്മത്തിൻ മുഖദ്ദറത്തൻ അലൽ അലിഫി, അത് അലിഫിൽ ലമ്മത്ത് ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. യഹ്ഷ എന്ന് പറയുമ്പോൾ അതിനൊരു അടയാളവും കാണുന്നില്ല അവിടെ, അതുകൊണ്ട് നമ്മൾ യഹ്ഷ എന്ന് തന്നെ ഉള്ളൂ. അവസാനം അലിഫ കാണുന്നത്, വേറൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ അലിഫിന്മേൽ ലമ്മത്ത് ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. അതുപോലെ തന്നെ യദോ, അത് ഫിയലു മുലാരി മർഫൂഉൻ ബിൽ ലമ്മത്താണ്, മുഖദ്ദറത്തൻ അലൽ വാവാണ്. വാവിന്മേൽ നമ്മൾ ലമ്മത്ത് ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. അതുപോലെ യംഷി എന്ന് പറയുമ്പം യാ ആണ് അവസാനം, അപ്പോൾ നമ്മൾ യാഇന്മേൽ ലമ്മത്ത് ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കണം. മുഖദ്ദറത്തൻ അലൽ യാ, ഇങ്ങനെ സങ്കല്പിച്ച് പറയുന്നതിനാണ് അൽ ഇറാബുൽ മുഖദ്ദർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇസ്മുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ മക്സൂർ, ജാ മൂസ, മൂസ എന്ന് പറയുമ്പോൾ അവസാനം അലിഫാണ്. അപ്പോൾ നമ്മൾ ഫായിലാണ്, റഫ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ലമ്മത്തിനെ ഈ അലിഫിന്മേൽ നമ്മൾ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. മുഖദ്ദറത്തൻ അലൽ അലിഫി. റഅയ്തു മൂസ എന്ന് പറയുമ്പോൾ ഇവിടെ മഫ്ഊൽ ബിഹിയാണ്. അപ്പോൾ മൂസൻ്റെ അവസാനം വരേണ്ടത് ഫത്ഹത്താണ്, നസ്ബാണ് വരേണ്ടത്. മഫ്ഊൽ ബിഹി മൻസൂബാണ്, അപ്പോൾ അതിൻ്റെ അടയാളമായിട്ടുള്ള ഫത്ഹത്താണ് വരേണ്ടത്. പക്ഷെ അവിടെ ഉള്ളത് അലിഫാണ്. അപ്പോൾ നമ്മൾ ആ അലിഫുമിൽ നസ്ബ് ഫത്ഹത്ത് ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കണം. മുഖദ്ദറത്തൻ മൻസൂബുൻ ബിൽ ഫത്ഹത്തി മുഖദ്ദറത്തൻ അലൽ അലിഫി. ഇനി സല്ലംതു അല മൂസ എന്ന് പറയുമ്പോൾ മജ്റൂറാണ്, ജറിൻ്റെ ഹർഫായിട്ടുള്ള അല വന്നു. അതുകൊണ്ട് നമ്മൾ മൂസൻ്റെ അവസാനത്തിൽ ജറിൻ്റെ അടയാളമായിട്ടുള്ള കസ്റത്താണ് വേണ്ടിയിരുന്നത്. പക്ഷെ അതവിടെ കാണുന്നില്ല. പകരം നമ്മൾ അലിഫിമേൽ കസ്റത്ത് ഉണ്ട്. മജ്റൂറുൻ ബി കസ്റത്തി, മജ്റൂറും ബി അല, അലാമത്ത് ജരിഹ അൽ കസ്റത്തു നിയാബത്തൻ, മജ്റൂറുൻ ബി അല അലാമത്ത് ജരിഹ അൽ കസ്റത്തു മുഖദ്ദറത്തുൻ അലൽ അലിഫി, അലിഫിന്മേൽ കസ്റത്ത് ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മറ്റൊന്നിന്മേൽ സങ്കല്പിച്ചിട്ട് പറയുന്നതിനെയാണ് അൽ ഇറാബുൽ മുഖദ്ദർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് അൽ ഇറാബുൽ മഹല്ലി. അൽ ഇറാബുൽ മഹല്ലി എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു മബ്നിയായിട്ടുള്ള ഒരു കലിമത്ത് വന്നു, ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വന്നു. അപ്പം നമ്മൾ എന്ത് പറയും? ഇന്നഹ ഫിമ, അത് ഇന്ന
സ്ഥാനത്താണ്, റഫ്ഇൻ്റെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ നസ്ബിൻ്റെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ ജറിൻ്റെ സ്ഥാനത്താണ്, ഇങ്ങനെ പറയുന്നതിനെയാണ് അൽ ഇറാബുൽ മഹല്ലി എന്ന് പറയുന്നത്. മബ്നിയായിട്ടുള്ള ഒരു കലിമത്ത് ഒരു സ്ഥാനത്ത് വരുമ്പോൾ അത് ഇന്ന ഇറാബിൻ്റെ സ്ഥാനത്താണ് എന്ന് പറയുന്നതിനെയാണ് അൽ ഇറാബുൽ മഹല്ലി എന്ന് പറയുന്നത്. ഇറാബിൽ നമ്മൾ ഉദാഹരണം നോക്കാം. അൻത മുദരിസുൻ, നീ അധ്യാപകനാണ്. അപ്പോൾ നമ്മൾ അൻത എന്ന് പറയുമ്പം ഇവിടെ ഒരു ലൊമീറാണ്, അത് മബ്നിയൻ അലൽ ഫത്ഹാണ്. പക്ഷെ അതിൻ്റെ സ്ഥാനം മുബ്തദാണ്. മുബ്തദ മർഫുവാണ് നമുക്കറിയാലോ. അപ്പോൾ അത് മർഫുവാത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കതിനെ ഇറാബ് പറയുമ്പോൾ എന്ത് പറയാം? മുബ്തദഉൻ ളമീറുൻ മുബ്തദഉൻ മബ്നിയുൻ അലൽ ഫത്ഹത്തി ഫീ മഹല്ലി റഫ്ഇൻ. റഫ്ഇൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഫത്ഹത്തിന്മേൽ മബ്നിയായിട്ടുള്ള മുബ്തദ ആയിട്ടുള്ള ളമീറാണ് അൻത എന്ന് പറയാം. അതുപോലെ റഅയ്തുക, ഞാൻ നിന്നെ കണ്ടു. ഇവിടെ ക എന്നുള്ള ലമീർ മബ്നിയുൻ അലൽ ഫത്ഹത്താണ്, പക്ഷെ അത് നിൽക്കുന്ന സ്ഥാനം ഫി മഹല്ലി നസ്ബിൻ ലിഅന്നഹ മഫ്ഊൽ ബിഹി. അത് മഫ്ഊൽ ബിഹി ആയതുകൊണ്ട് അത് നിൽക്കുന്നത് നസ്ബിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ഇറാബ് പറയാം? ലമീറു മഫ്ഊൽ ബിഹി മബ്നിയുൻ അലൽ ഫത്ഹത്തി ഫി മഹല്ലി നസ്ബിൻ. ഫത്ഹത്തിന്മേൽ മബ്നിയാണ്, നസ്ബിൻ്റെ സ്ഥാനത്താണ്. ഇനി റഅയ്തു ഹഉലാഇ, ഇവിടെ ഹഉലാഇ ഇസ്മു ഇഷാറയാണ്, മഫ്ഊലും ബിഹിയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്. റഅയ്തു ഹഉലാഇ എന്ന് ഞാൻ കൂട്ടരെ കണ്ടു എന്ന് പറയുമ്പോൾ മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താണ്. മബ്നിയുൻ അലൽ കസ്രിയാണ്, ഹഉലാഇ മബ്നിയുൻ അലൽ കസ്രിയാണ്, പക്ഷെ അത് നിൽക്കുന്ന സ്ഥാനം മഫ്ഊൽ ബിഹിയുടെയാണ്, അതുകൊണ്ട് നസ്ബാണ്. അതുകൊണ്ട് നമുക്ക് അതിന് ഇറാബ് പറയുമ്പോൾ ഇസ്മു ഇഷാറ മഫ്ഊൽ ബിഹി മബ്നിയുൻ അലൽ കസ്രി ഫി മഹല്ലി നസ്ബിൻ എന്ന് പറയാം. അതേപോലെ സല്ലംതു അലാ ഹഉലാ, ഞാൻ ആ കുട്ടിയോട് സലാം പറഞ്ഞു. ഇവിടെ ഹഉലാഇ നിൽക്കുന്നത് മജ്റൂറിൻ്റെ സ്ഥാനത്താണ്. അതിൻ്റെ മുമ്പിൽ ഹർഫ് ജറായിട്ടുള്ള അല വന്നതുകൊണ്ട് മജ്റൂറിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ അത് ഹൗലായി എന്നുള്ളത് മബ്നിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇസ്മു ഇഷാറ മബ്നിയുൻ അലൽ കസ്രി ഫി മഹല്ലി ജറി, ജറിൻ്റെ സ്ഥാനത്ത് കസ്റത്തിന്മേൽ മബ്നിയായിട്ടുള്ള ഇസ്മു ഇഷാറ എന്ന് പറയും. അങ്ങനെ ഒന്നിൻ്റെ സ്ഥാനം മബ്നിയായിട്ടുള്ള കലിമത്തുകൾ ഒരു സ്ഥലത്ത് വരും, ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ വരുമ്പോൾ അതിന് ഇന്ന സ്ഥാനത്താണ് എന്ന് പറഞ്ഞ് ഇറാബ് പറയുന്നതിനെയാണ് അൽ ഇറാബുൽ മഹല്ലി എന്ന് പറയുന്നത്. ഇത്രയാണ് ഇറാബുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.